തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ദൈവമേ, നിൻ സ്നേഹം ഞാനോർക്കും നന്ദിയായി. ദൈവമേ, നിൻ സ്നേഹം ഞാനോർക്കും നന്ദിയായി. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാൽ. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാൽ. സ്തുതിക്കു യോഗ്യനെന്നും എന്റെ യേശു മാത്രമാം. സ്തുതിക്കു യോഗ്യനെന്നും എന്റെ യേശു മാത്രമാം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ലിജോയ്സ് ബാബു, തൃശൂർ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നമ്മുടെ കർത്താവിനെ ഓർക്കുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ ഇതിലെ വേദഭാഗങ്ങൾ നമ്മെ സ്പർശിക്കാറുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വേദഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ എന്നെ സ്പർശിച്ച 4 കാര്യങ്ങൾ ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിന്റെ 6-ാം വാക്യത്തിൽ അവൻ തന്നെ വിചാരിച്ചില്ല എന്നുള്ളത്. അവൻ തന്നെ വിചാരിച്ചില്ല. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിച്ചില്ല എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അവൻ തന്നെ വിചാരിച്ചില്ല, എന്നാൽ നമ്മെ വിചാരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കർത്താവിനെ ഓർക്കുവാനായിട്ട് അവന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ തന്നെ താൻ വിചാരിക്കാതെ നമ്മെ വിചാരിച്ച ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അവൻ ദൈവമായതിനാൽ അവനൊന്നും സ്വർഗത്തിൽ കുറവുണ്ടായിരുന്നില്ല, അവനൊന്നും ആവശ്യവുമുണ്ടായിരുന്നില്ല. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ അവൻ ആ പദവിയിൽ തുടരുന്നത്, ഒന്നും കുറവില്ലാത്ത, ഒന്നും ആവശ്യമില്ലാത്ത അത്ര നിസ്തുല്യമായ പദവിയിൽ തുടരുന്നത് വിചാരിച്ചില്ല എന്നുള്ളതാണ്. നാം മാനസികമായ നിലയിൽ ചിന്തിച്ചാൽ ഉയർന്ന നിലയിൽ നിന്ന് ഒരിക്കലും താഴുവാൻ നമുക്ക് ആഗ്രഹമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് പാപികളായ നമ്മെ വിചാരിച്ചപ്പോൾ അവന്റെ ആ വലിയ പദവികളിൽ നിന്ന് അവൻ താഴെ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ ദാസനായി എന്നുള്ളതാണ്. അർത്ഥാൽ അവൻ ദാസരൂപം എടുത്തു എന്നുള്ളതാണ്. അവൻ നമ്മെ വിചാരിച്ചു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവൻ ദാസനായിട്ട് തീരുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു ദാസനെ പോലെ അവൻ ജീവിക്കുവാനായിട്ട് ഇടയായിട്ട്, അതിനായി അവൻ മനുഷ്യ സാദൃശ്യത്തിലാകുവാൻ, മനുഷ്യ വേഷം എടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവന്റെ താഴ്ചയെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവൻ താണു, മഹത്വത്തിൽ നിന്ന് താഴ്ചയിലേക്ക് അവൻ താണു, ജീവനിൽ നിന്ന് മരണത്തിലേക്ക് അവൻ താഴുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവൻ നമ്മെ വിചാരിച്ചു എന്ന് മാത്രമല്ല, അവൻ ദാസരൂപമെടുക്കുവാനായിട്ടും ഇടയായിട്ട് തീർന്നു. അവൻ നമുക്ക് വേണ്ടി ഒരു ദാസനെ പോലെ ആയിത്തീരുവാനായിട്ട് ഇടയായിട്ട്. സുവിശേഷങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ ആ ദാസത്വത്തിന്റെ പല മേഖലകൾ, വെളിപ്പെട്ട രംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ യാഗമായി എന്ന് മാത്രമല്ല, അവൻ തന്നെ വിചാരിച്ചില്ല, നമ്മെ വിചാരിച്ചു. നമുക്ക് വേണ്ടി അവൻ ദാസനായി ദാസരൂപം എടുക്കുവാനിടയായിട്ട് തീർന്നു. മാത്രമല്ല 8-ാമത്തെ വാക്യത്തിൽ നാം അവനെ കുറിച്ച് വായിക്കുന്നത് അവൻ യാഗമായിട്ട് തീരുവാനിടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അവന്റെ പദവി കണക്കാക്കാതെ നമ്മെ വിചാരിച്ച ഒരു ദാസനായി, ഒരു യാഗമായി തീരുവാൻ അവന് മനസ്സായി എന്നുള്ളതാണ്. നാം എല്ലാവരും ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാൻ ആഗ്രഹമുള്ളവരാണ്. എന്നാൽ അതിന് വലിയ വില കൊടുക്കുവാനായിട്ട് പലപ്പോഴും നാം വിമുഖത കാണിക്കാറുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി സ്വമേധയാ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സായി. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിഷ്കളങ്കനായി തന്നെ താൻ അർപ്പിക്കുവാൻ അവന് മനസ്സായി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കർത്താവിനെ ഓർക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ നമ്മെ വിചാരിച്ചു, അതിനുവേണ്ടി അവൻ ദാസനായി തീരുവാനിടയായി അവൻ യാഗമായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒടുവിലായിട്ട് നാം ഫിലിപ്പ് ലേഖനത്തിന്റെ
2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ 6 മുതൽ 11 വരെയുള്ളതിന്റെ അവസാന ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് അവൻ പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അവൻ നമ്മെ വിചാരിച്ചു എന്ന് മാത്രമല്ല, അവൻ തന്നെ വിചാരിച്ചില്ല. അവൻ ദാസനായെന്ന് മാത്രമല്ല, ദാസരൂപം എടുത്തു എന്നുള്ളതല്ല, അവൻ യാഗമായി തീർന്നു മാത്രമല്ല, അവൻ പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് നമ്മെ പ്രതി അവൻ താണു. എന്നാൽ പിതാവ് അവനെ ഏറ്റവും ഉയർത്തി. അത് പിതാവിന് ഏറ്റവും മഹത്വമായി തീർന്നു. കാരണം പാപത്തെ നീതിപൂർവമായിട്ട് കൈകാര്യം ചെയ്ത് പാപിയെ രക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എങ്ങനെയാണ് പാപത്തെ നീതിപൂർവമായി കൈകാര്യം ചെയ്തത്? പാപമറിയാത്ത ദൈവപുത്രനിൽ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കുവാനിടയായിട്ട് മുഴുലോകത്തിന്റെയും പാപം മുഴുവൻ ചുമന്നുകൊണ്ട് ദൈവപുത്രൻ ക്രൂശിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഉറക്കെ അലറിക്കരഞ്ഞു. മുഴുലോകത്തിന്റെയും പാപത്തിന്റെ ശിക്ഷ ദൈവപുത്രൻ അവിടെ അനുഭവിച്ചു തീർത്തു. ഒരു പാപി ഒരിക്കലും നിത്യനരകത്തിൽ കിടന്ന് പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു തീരുന്നില്ല. എന്നാൽ ദൈവപുത്രൻ അത് ക്രൂശിൽ അനുഭവിച്ചു തീർത്തു. അതെ, അതുകൊണ്ട് അവൻ പിതാവിനെ മഹത്വപ്പെടുത്തുവാനിടയായിട്ട് തീർത്തു. ഇന്ന് രാവിലെ കർത്താവിന്റെ കൽപ്പന നാം അനുസരിക്കാൻ വരുമ്പോൾ തന്നെ താൻ വിചാരിക്കാത്ത യാഗമായിട്ട് തീർന്ന, ദാസനായി തീർന്ന, എന്നാൽ അതേ പാപത്തെ നീതിപൂർവ്വം കൈകാര്യം ചെയ്ത് പാപിയെ രക്ഷിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തിയ ആ കർത്താവിനെ നമുക്ക് ഓർക്കാം. അവന്റെ നാമത്തിന് തക്ക മഹത്വം കരയറ്റാം. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തുതിക്കു യോഗ്യനെന്നും എന്റെ യേശു മാത്രമാ. സ്തുതിക്കു യോഗ്യനെന്നും എന്റെ യേശു മാത്രമാം. പാരിൽ വന്നു ജീവൻ തന്നു നമ്മെ വീണ്ടെടുത്തവൻ. പാരിൽ വന്നു